അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇപ്പോൾ ഒരു ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നി. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെയാണ് സ്വന്തമായി വീട്ടിലേക്ക് വഴിയില്ലാത്തവർ? ഞങ്ങൾക്ക് അങ്ങനെ കേട്ടോ, ഞങ്ങൾക്ക് സ്വന്തമായി വീട്ടിലേക്ക് വഴിയുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഫസ്റ്റ് കണ്ടാൽ തോന്നും ഇത് നല്ലോണം പോകുമെന്നൊക്കെ വിചാരിക്കും. എവിടെ കുറച്ച് അതിൻ്റെ നടുഭാഗത്തെത്തിയാൽ ഒരു ഇടുക്ക് പോലെ കേട്ടോ. കാരണം ഓരോ നമ്മളെ അയൽവാസികളാണെങ്കിലും പക്ഷെ നല്ല സൗഹൃദമുണ്ട് കേട്ടോ, സൗഹൃദമുണ്ട്. അവരോട് വർത്തമാനം പറയും, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വഴി നമുക്ക് തരില്ല, വഴി ഞങ്ങളത് മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല മനസ്സ് തോന്നിയിട്ട് ഞങ്ങൾക്ക് വഴി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. കാരണം ആരുടെ പ്രാർത്ഥനയാണ് റബ്ബ് സ്വീകരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാട്ടോ ഈ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. കാരണം കുറേ വർഷങ്ങളായി ഞാൻ ജനിച്ചു വളർന്നപ്പോഴേ ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ല കേട്ടോ. അത് ഭയങ്കര അധികം സങ്കടമുള്ള കാര്യമാണ്, ദുഃഖമുള്ള കാര്യമാണ്. അതിന് പുറമെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഈ രോഗിയായിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ രാത്രിയിലൊക്കെ അസുഖമായിരിക്കുമ്പോഴൊക്കെ നമുക്ക് ആശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിലൊക്കെ ഭയങ്കര റിസ്ക്കാണ്. ഇത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അറിയുള്ളൂ ഇതിൻ്റെ എത്രമാത്രം ഉണ്ടെന്നുള്ളത്. ഇപ്പം ഇന്നലെ രാത്രി തന്നെ എൻ്റെ അമ്മായിക്കിട്ട്, ഞങ്ങൾ 2 വീടാണ് അവിടെ ഉള്ളത്. എൻ്റെ റിലേറ്റീവിന് തീരെ സുഖമില്ലാതെയായി. അപ്പോൾ ആശുപത്രിക്ക് കൊണ്ടുപോകണത് എങ്ങനെ, അവർ നടന്ന് കാണ്ട് വേണ്ടേ പോവാൻ. അപ്പോൾ അത്രക്കും ദയനീയമായൊരവസ്ഥയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ ഉപ്പാക്കും തന്നെ തീരെ വയ്യാതായി. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല, ഞങ്ങൾ പറ്റ തളർന്ന് അങ്ങനെയായി. അപ്പോൾ ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോയത്, 2 കസാലയിൽ ഇരുത്തിയിട്ട് 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് കണ്ടിട്ടോ കൊണ്ടുപോയത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ എത്രത്തോളം നമുക്ക് വഴിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ നമുക്ക് വീടുണ്ടല്ലോ, വാടക ഇല്ലാത്തതുണ്ടല്ലോ എന്നുള്ള ഒരു നല്ലൊരു സന്തോഷം അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ. ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരോട് സംസാരിച്ച് നോക്കി, പക്ഷെ അവർക്ക് അത് തരാനുള്ള താല്പര്യമില്ല. പക്ഷെ അവർക്ക് മനസ്സറിഞ്ഞിട്ട് ഇവരെ പാവത്തുങ്ങളാണ്, അവരെ തരാനുള്ളൊരു മനസ്സ് അവർക്ക് കൊടുക്കട്ടെ. ആരും ഇപ്പോഴത്തെ കാലത്ത് സ്ഥലം ഒന്നും തരില്ല. പക്ഷെ നമ്മളൊന്നും ഓർത്താൽ മതി, നമ്മൾ ഈ സ്ഥലം അതൊക്കെ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ ഈ സ്ഥലം കൊണ്ടാണോ പോവുക, അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സ്ഥലം കൊടുക്കാതെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കി. നല്ലതിനാണെങ്കിൽ അത് കൊടുക്കുക. അത് വഴീൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അത് നമുക്ക് പലപ്പോഴും പലപ്പോഴും ഭയങ്കര റിസ്ക്കായിട്ടാണ്. കാരണം ഇനി ഒരു കല്യാണ വിഷയം വരികയാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ കേസ്, മെയിനായിട്ട് ഹോസ്പിറ്റൽ കേസാണ്. നമുക്ക് തീരെ വയ്യാത്ത ഒരാളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കസാലയിൽ ഇരുത്തിയിട്ട് 2-3 ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം അവർ ചിലപ്പോൾ വെയിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ താങ്ങൂല. അപ്പോൾ അത്രക്കും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രസവ വേദന, എനിക്ക് അതങ്ങനെയൊക്കെ അനുഭവം ഉണ്ട് കേട്ടോ. പ്രസവ വേദന ആണെങ്കിൽ പോകുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു കയറ്റം, നല്ല കയറ്റം പറഞ്ഞാൽ നല്ലൊരു കയറ്റമുണ്ട്, അതങ്ങോട്ട് കയറി കിട്ടുമ്പോൾ തന്നെ നമ്മൾ പറ്റ കുഴങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വയ്യാത്ത ആൾക്കാരായിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ, അതും ഈ രാത്രിയിലൊക്കെ നമുക്ക് വയ്യാതാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും വിളിക്കാണ്ടാവില്ല. പകലൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ വരും. ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ ആരെയും വിളിച്ചാനും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം, നിങ്ങളെ പ്രാർത്ഥന. ഞാനപ്പോൾ നമ്മളൊരു ഫാമിലിയായി. അപ്പോൾ നിങ്ങളോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും, നിങ്ങളെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാവും എന്നുള്ള നല്ല ഉറച്ച വിശ്വാസമുണ്ട് കേട്ടോ.
അപ്പോൾ ഞാനൊരു ലേഖനം, ഒരു സംഭവം, ഒരു കുറിപ്പ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ സലാം പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞുതരാൻ വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളോട് ഷെയർ ചെയ്യുക ഇങ്ങനെ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി അടുത്തത്, ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ആ ലേഖനം വായിക്കണ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വഴി കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറ്റിയാലുള്ള അതിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടൊക്കെ പറയണത്. അപ്പോൾ എല്ലാവരും അത് കേൾക്കുക. ഞങ്ങൾ 2-3 വീട്ടുകാർക്കാണ് കേട്ടോ തീരെ വഴിയില്ലാത്ത അവസ്ഥ ഉള്ളത്. പക്ഷേ നമ്മൾ പിന്നെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ എനിക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയണത്. പക്ഷേ ആളാരാ വ്യക്തി ആരാ ഒന്നും പറഞ്ഞിട്ടില്ല, പറയണമില്ല. കാരണം അതൊക്കെ ഒരു പ്രശ്നത്തിലേക്കുള്ള കാരണമാവും. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞതും. അപ്പം ഇനി ഈ ലേഖനം നിങ്ങൾ കേട്ട് നോക്കി, ആരും സ്കിപ്പ് ചെയ്യരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാക്കി ആ ലേഖനത്തിലുണ്ടാവും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിയുടെ ജീവിതം സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മറ്റുള്ളവരുടെ സൗകര്യവും സുരക്ഷയും കൂടി പരിഗണിക്കുന്നതിലാണ് യഥാർത്ഥ ഇസ്ലാമിക സംസ്കാരം പ്രതിഫലിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന പൊതുവഴികൾ അനേകം ആളുകൾ സഞ്ചരിക്കുന്ന ഇടങ്ങളാണ്. അവിടെ കിടക്കുന്ന മുള്ളുകൾ, കല്ലുകൾ, കുപ്പിച്ചില്ലുകൾ, അപകടമുണ്ടാക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവ നീക്കം ചെയ്യുന്നത് ചെറിയ കാര്യമെന്നു തോന്നാമെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ വിലയുണ്ട്. ഒരു മനുഷ്യന് ഉപദ്രവമുണ്ടാകാതിരിക്കാൻ വഴിയിൽ നിന്ന് ഒരു തടസ്സം മാറ്റി നൽകുന്നത് പോലും മഹത്തായ സ്വതക്കയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ വഴിയിൽ ഒരു മുള്ളുള്ള കൊമ്പ് കണ്ടു. അവൻ അത് വഴിയിൽ നിന്ന് മാറ്റി. അതിൻ്റെ പേരിൽ അള്ളാഹു അവനോട് നന്ദി കാണിക്കുകയും അവന് പുറത്തു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുന്നത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. നന്മകൾ എല്ലാം വലിയ കാര്യങ്ങളായിരിക്കണമെന്നില്ല. പലപ്പോഴും വളരെ ചെറിയ പ്രവൃത്തികളാണ് അള്ളാഹുവിൻ്റെ പൊറുക്കലിനും കാരുണ്യത്തിനും കാരണമാകുന്നത്. അതിനാൽ വീടിനും പരിസരത്തിനും മാത്രമല്ല, പൊതുവഴികൾക്കും ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴികൾ എളുപ്പമാക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.